ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. നോമ്പിൻ്റെ 29-ാം ദിവസമായ ഈ വിലയേറിയ ദിവസത്തിൽ നിങ്ങളുടെ മുൻപിൽ ദൈവവചനവുമായി നിൽക്കുവാൻ തന്ന വിലയേറിയ അവസരത്തിനായി ആദ്യം തന്നെ നന്ദി അർപ്പിക്കാം. നോമ്പ് നാളുകളിൽ ദൈവത്തോട് അധികം അടുക്കുവാനും നമ്മുടെ ആവശ്യങ്ങൾക്ക് തക്ക പ്രതിഫലം ദൈവം തരും എന്നതിൻ്റെ ഒരു വലിയ ഉദാഹരണമാണ് ഇന്നത്തെ ചെറിയ ചിന്തയ്ക്കായി തിരഞ്ഞെടുത്തിരിക്കുന്ന ഈ കുഞ്ഞു വേദഭാഗമായി വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 13-10 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ. വിശുദ്ധ ലൂക്കോസ് 13-10 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ. ഇതിൽ നമുക്ക് ഞായറാഴ്ച പള്ളിയിൽ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന യേശു തമ്പുരാനെയും അത് കേൾക്കുവാനെത്തുന്ന ഒരു കൂട്ടം ജനത്തെയുമാണ് കാണുവാൻ സാധിക്കുന്നത്. അതിൽ 18 സംവത്സരമായി രോഗബാധ പിടിപെട്ട ഒരു കൂനിയായ സ്ത്രീയെ നമുക്ക് കാണുവാൻ സാധിക്കും. നമ്മളെല്ലാവരും എന്തെങ്കിലും ഒരു ചെറിയ കാരണത്താൽ ദേവാലയത്തിൽ പോകാതിരിക്കുവാൻ ആഗ്രഹിക്കുന്നവരാണ്. എന്നാൽ ഈ കൂനിയായ സ്ത്രീ തൻ്റെ ബലഹീന സാഹചര്യത്തിലും ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ദേവാലയത്തിലേക്ക് കടന്നു വന്നു. ഈ ഭാഗത്ത് കൂനിയായ സ്ത്രീയുടെ ദൈവത്തോടുള്ള വിശ്വാസം എത്രമാത്രം വിലപ്പെട്ടതാണെന്ന് കാണുവാൻ സാധിക്കും. അതുപോലെ തന്നെ ഈ ഭാഗത്ത് കൂനിയായ സ്ത്രീ ശബത്തിന് എത്രത്തോളം പ്രാധാന്യം നൽകുന്നുവെന്നും നമുക്ക് കാണുവാൻ സാധിക്കും. ഈ സ്ത്രീയുടെ ദൈവത്തോടുള്ള സ്നേഹവും വിശ്വാസവും കണ്ടിട്ടാണ് യേശു തമ്പുരാൻ അവൾക്ക് സൗഖ്യം കൊടുത്തത്. ഇതുപോലെ നമുക്ക് ഓരോരുത്തർക്കും വിശ്വാസമുണ്ടെങ്കിൽ ദൈവം തക്കതായ സമയത്ത് സൗഖ്യം നൽകും. ഒരു നിമിഷം കണ്ണുകളെ അടയ്ക്കാം. ദൈവമേ, ഞങ്ങൾ അങ്ങിൽ നിന്ന് അകന്നു പോയിട്ടുണ്ടല്ലോ നാഥ. അടിയൻ്റെ തെറ്റുകുറ്റങ്ങളെ അങ്ങ് ക്ഷമിക്കണമേ. കൂനിയായ സ്ത്രീയുടെ ആവശ്യം നിറവേറ്റിയതുപോലെ ഞങ്ങളുടെ ഓരോരുത്തരുടെയും ആവശ്യങ്ങളിൽ അങ്ങ് വന്ന് ഇടപെടണമേ. ആമേൻ.